ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ യോശുവയെ ദൈവം നിയോഗിച്ചയക്കുന്ന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ വിടുതലും മരുഭൂപ്രയാണവും കനാൻ ദേശം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. വാഗ്ദത്ത ഭൂമി എന്നത് ഇസ്രായേലിന്റെ പ്രതീക്ഷയും അവകാശവും ആയിരുന്നു. മരുഭൂമിയുടെ ഊഷരതയിൽ നിന്നും കനാന്റെ സമൃദ്ധിയിലേക്കും ദേശാന്തരിയായുള്ള അലച്ചിലിൽ നിന്നും സ്ഥിരപ്പാർപ്പിലേക്കും ഇസ്രായേൽ ഇവിടെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവബോധം അത് നിയോഗത്തിന്റെ കരുത്താണ്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് യഹോവ ഇവിടെ കൽപ്പിക്കുന്നു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള യഹോവയുടെ വാക്കുകളാണ് യോശുവയെ പുതിയ ദൗത്യത്തിലേക്ക് ബലപ്പെടുത്തുന്നത്. ഏത് നേതൃത്വവും ഫലകരമാകുന്നത് ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി തിരിച്ചറിയുമ്പോഴാണ്. ആവർത്തന പുസ്തകത്തിലും ആവർത്തന ചരിത്രത്തിലും കാണുന്ന സമൃദ്ധമായ ഒരു വിശ്വാസമാണ് ഇത്. കുടിയേറ്റത്തിന്റെ അപരിചിതത്വത്തിലും നഗര അധിപന്മാരുടെ വെല്ലുവിളികളിലും യോശുവയുടെ ജയത്തിന് ആധാരമായിരുന്നത് സ്വന്തം കരുത്തോ ആയുധ ബലമോ സൈന്യ ബാഹുല്യമോ ഒന്നും അല്ലായിരുന്നു. മറിച്ച് എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്, എന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഭയെ തൻ്റെ ദൗത്യം ഭരമേൽപ്പിച്ച് അയക്കുമ്പോൾ നൽകുന്ന വാഗ്ദാനവും ഇതുതന്നെയാണ്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മോടും കൂടെയുണ്ട്. അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, വിജയം വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകുന്നത് വചന അനുസരണ ജീവിതം നയിക്കുമ്പോഴാണ്. കുടിയേറ്റ ഭൂമിയിൽ ഇസ്രായേലിന്റെ പ്രവൃത്തി ശുഭമായിരിക്കേണ്ടതിന് ന്യായപ്രമാണം അവരുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുതെന്നും അവ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്നും രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണമെന്നും ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. വചന അനുസൃത ജീവിതത്തിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വേദവാക്യങ്ങൾ ചെയ്യുന്നത്. ദൈവവചനമാണ് വിശ്വാസ ജീവിതത്തിന്റെ ഉരകല്ല്. ദൈവവചനം നൽകുന്ന തിരിച്ചറിവിന്റെ വരം നഷ്ടമാകുമ്പോൾ ചെന്നെത്തുന്ന ദേശത്തിലെ പുത്തൻ പ്രവണതകളിൽ വശംവദരായി ജീവിതം വഴിതെറ്റിപ്പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ആയിപ്പോകാതെ ദൈവത്തിന് കീഴ്പ്പെടുവാനായിട്ട്, ദൈവവചനത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്കും ഓരോരുത്തർക്കും സാധിക്കണം. അപ്രകാരം ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഉള്ളവരായി, ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവ സാന്നിധ്യത്തിന്റെ കരുത്തിൽ ഉറപ്പും ധൈര്യവും കണ്ടെത്തുന്നവരായി തീരുവാനും വചനാനുസൃത ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.